ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഇതുവരെ ഒരു കേട്ടുകേഴ്വി ഇല്ലാത്ത ഒരു സംഭവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അവർക്ക് ഇതിനു മുന്നേ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ വീഡിയോയുടെ വിഷയം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ പല നാളുകൾ കൂടെ ഇരുന്ന ഒരു സിദ്ധനെ കുറിച്ചാണ്. ആ സിദ്ധൻ്റെ പേര് കരൂരാർ എന്ന് പറയും. അദ്ദേഹത്തെ കേരളത്തിൽ അങ്ങനെ എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല, ചിലവർക്ക് അറിയാമായിരിക്കും. ഇത് തമിഴ്നാട്ടിൽ ഉള്ള സിദ്ധനാണ്. അതായത് തമിഴ്നാട്ടിൽ സിദ്ധന്മാർ അനേകരുണ്ടായിരുന്നു. അതിൽ പ്രധാനികളായിട്ട് പറയുന്ന 18 സിദ്ധന്മാരെ കുറിച്ചാണ്. ആ 18 സിദ്ധന്മാരിൽ പ്രധാനിയാണ് അഗസ്ത്യ സിദ്ധൻ. അവരുടെ കീഴെയാണ് ബാക്കി വരുന്ന ഈ 17 സിദ്ധന്മാർ. അപ്പോൾ ഞാൻ ഈ കരൂരാർ എന്ന് പറഞ്ഞല്ലോ, ഇദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. നമ്മുടെ പഴനി എല്ലാവർക്കും അറിയാം, മുരുകൻ്റെ ക്ഷേത്രം. ആ പഴനിയിലുള്ള മുരുകൻ്റെ ആ രൂപം അത് മറ്റുള്ള അമ്പലങ്ങളിൽ ഉള്ളതുപോലെ കല്ലിൽ നിർമ്മിച്ചതല്ല. അത് നവപാഷാണ ശിലയാണ്. നവപാഷാണം എന്ന് പറഞ്ഞാൽ, നവം എന്ന് പറഞ്ഞാൽ 9 പാഷാണം കൊണ്ട് ചെയ്ത ഒരു ശിലയാണ് പഴനിയിലുള്ള മുരുകൻ്റെ. ആ പ്രതിമ രൂപകൽപ്പന ചെയ്തെടുത്തത് ബോഹർ എന്ന് പറയുന്ന സിദ്ധനാണ്. ആ ബോഹർ സിദ്ധൻ എന്ന് പറഞ്ഞാൽ രസായനവാദത്തിൻ്റെ ഒരു ഗുരുവാണ്. അദ്ദേഹത്തെ ലോകമെമ്പാടും അറിയാം. പല പേരുകളിൽ പല നാടുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ബോഹർ എന്ന് വിളിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ഇനിയൊരു പേരുണ്ട്. ചൈനയിലും പുള്ളി ഭയങ്കര ഫേമസ് ആണ്. ചൈനയിൽ അറിയപ്പെടുന്നത് ബോങ് ഹാങ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബോഗർ എന്ന് പറയുന്ന ആ സിദ്ധൻ്റെ ശിഷ്യന്മാരും കുറേ പേരുണ്ടായിരുന്നു. അതിൽ ഒരു ശിഷ്യനാണ് ഈ പറയുന്ന കരൂരാർ. ഇനിയിപ്പോൾ ഈ കരൂരാറിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ, കരൂരാർ എവിടെയായിരുന്നു ജീവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ തഞ്ചാവൂരിനടുക്കുള്ള കരൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പക്ഷെ ഇദ്ദേഹം ഈ പറയുന്ന പോലെ അന്ന് രാജ്യം ഭരിച്ചിരുന്ന തഞ്ചാവൂർ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേരാണ് രാജരാജ ചോളൻ. ആ രാജരാജ ചോളൻ്റെ ഗുരുവായിരുന്നു ഈ കരൂരാർ. ഇന്ന് നമ്മൾ കാണുന്ന ആ തഞ്ചാവൂരിലുള്ള ശിവക്ഷേത്രം 1500-1500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് തന്നെ ഈ കരൂരാർ എന്ന് പറയുന്ന സിദ്ധനാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഗോപുരമുണ്ട്. ആ ഗോപുരം 130 അടി പൊക്കമുള്ള ഗോപുരമാണ്. 40 അടിയിൽ വീതിയുണ്ട്. ഈ ഗോപുരത്തിൻ്റെ നിഴൽ ഭൂമിയിൽ വീഴത്തില്ല. ഇപ്പം നമ്മൾ മുറ്റത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ കിഴക്ക് നിന്നാൽ പടിഞ്ഞാറ് നിന്ന് വെയിലടിച്ചാൽ നമ്മുടെ നിഴൽ കിഴക്ക് വീഴും. അതുപോലെ കിഴക്ക് നിന്ന് വെയിലടിച്ചാൽ നമ്മുടെ നിഴൽ പടിഞ്ഞാറ് വീഴും. എവിടെ നിന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും വീഴും. പക്ഷേ ഇത്രയും ഹൈറ്റുള്ള ഈ ഗോപുരം, 130 അടി ഹൈറ്റുള്ള ആ ഗോപുരത്തിൻ്റെ നിഴൽ ഭൂമിയിൽ വീഴത്തില്ല. ഇതാണ് അന്നത്തെ അവരുടെ ടെക്നോളജി. അത് മാത്രമല്ല, ഈ ഗോപുരത്തിൻ്റെ മുകളിൽ, ഇത്രയും ഹൈറ്റുള്ള ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു കല്ലുണ്ട്. നമ്മൾ താഴെ നിന്ന് കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും, ഒറ്റക്കല്ല്. ഈ കല്ലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 80 ടണ്ണാണ്. ആ 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ല് അന്നത്തെ കാലത്ത് ഈ പറയുന്ന 1500 വർഷം മുന്നേ എങ്ങനെ മേളി കയറ്റി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള രേഖകളും ഈ പറയുന്ന തഞ്ചാവൂരിൽ ഉണ്ട്. ഇവരുടെ ആ മന്ത്രം, ഇവർ സിദ്ധന്മാർ ചുറ്റിയിരുന്ന് മന്ത്രം ചൊല്ലുമ്പോൾ ഈ കല്ല് പൂ പോലെ പറന്ന് മേളിൽ ചെന്നിരുന്നാണ് അവിടെ പോയി ഇരുന്നു എന്നാണ് രേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ കൂടെ
ഈ കരൂരാർ എന്ന് പറയുന്ന സിദ്ധൻ പല നാളുകൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈബിൾ, ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും, യേശുവിനെ കുറിച്ച് ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഈ കരൂറാർ എഴുതിയ പുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ, അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് ക്ലിയറായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ലൈബ്രറി ഉള്ളത് തഞ്ചാവൂരാണ്. 2500 വർഷത്തിലധികം പഴക്കമുള്ള ലൈബ്രറി തഞ്ചാവൂരിലുണ്ട്. ആ ലൈബ്രറിയുടെ പേരാണ് സരസ്വതി മഹാൾ. നിങ്ങൾക്കത് അടിച്ചു കൊടുത്താൽ നെറ്റിൽ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ കരൂറാറിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ കിട്ടും. അപ്പോൾ ഇവിടെ ഈ കരൂറാറിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കുന്തിയെ പറ്റി, കർണൻ്റെ ജനനത്തെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു ഹിന്ദു സന്യാസിയാണ് ഈ പറയുന്ന കരൂറാർ. അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ, അദ്ദേഹം എഴുതിയ പാട്ടുകളിൽ യേശുവിനെ കുറിച്ച് ക്ലിയറായിട്ട് പരാമർശിക്കുന്നുണ്ട്. യേശു ആരാണെന്നും യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ അവതരിച്ചു എന്നും അദ്ദേഹത്തിൻ്റെ ആ നാമം വിളിച്ചപേക്ഷിക്കാത്തവർക്ക് പാപവിമോചനമില്ല എന്നുവരെ ക്ലിയറായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ചില ഹിന്ദുക്കൾ, ഞാൻ എല്ലാ ഹിന്ദുക്കളെയും പറയുന്നില്ല, ചില ഹിന്ദുക്കൾ ഇതൊന്ന് പഠിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഇത്രയും പേരുകേട്ട ഒരു സിദ്ധൻ പോലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ യേശുവിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും ഇതുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ ഒന്ന് പരിശോധിക്കുക. കാരണം എൻ്റെ ജീവിതം തന്നെ ഇങ്ങനെയുള്ള കുറേ ചരിത്രങ്ങൾ, രേഖകൾ, അതെല്ലാം പരിശോധിച്ച് ഇതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു ദൗത്യം. ഇതാണ് ഈ കുരുടനായ എൻ്റെ ദൗത്യം. പക്ഷേ എന്നെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, 100% കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ കരൂറാറിനെ കുറിച്ച്, ഈ കരൂറാർ എന്ന് പറയുന്ന സിദ്ധനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും, സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഈ യേശുവിനെ കുറിച്ച് പറയുന്ന അദ്ദേഹം എഴുതിയ പാട്ടുകൾ, ആ പാട്ടുകൾ എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടത്, ആരെയും നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്. ഈ പറയുന്ന പോലെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നിറക്കുടം തുളുമ്പത്തില്ല. എല്ലാ ഗ്രന്ഥങ്ങളെയും കുറിച്ച് മുഴുവനും പഠിച്ചവരൊരിക്കലും മറ്റുള്ള ഗ്രന്ഥങ്ങളെയോ മറ്റുള്ള വിശ്വാസങ്ങളെയോ ആരും ഒരിക്കലും കുറ്റം പറയത്തില്ല. ഈ അരകുറ എന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയും പഠിച്ച് വെച്ചിട്ടാണ് ഓരോരുത്തർ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. അത് ദൈവത്തെ ഓർത്ത് നിങ്ങളത് നിർത്തുക. ആദ്യം നിങ്ങളത് മുഴുവനും പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കരൂറാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് പല സിദ്ധികളുണ്ടായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം സെർച്ച് ചെയ്താൽ കിട്ടും, അതിൽ പറയുന്നുണ്ട്. അതായത് കൂട് വിട്ട് കൂടുപായുന്ന വിദ്യ വരെ അദ്ദേഹം ചെയ്ത വ്യക്തിയാണ്. അവർക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നടന്നൊന്നും പോകേണ്ട കാര്യമില്ല. അവർ വിചാരിക്കുന്നിടത്ത് അവർ കാറ്റിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ്. കൂട് വിട്ട് കൂടുപായും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ വെള്ളി വരെ അല്ലെങ്കിൽ ചെമ്പ് വരെ സ്വർണമാക്കിയ വ്യക്തിയാണ്. ആ കഴിവെല്ലാം പുള്ളിക്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അത്രയും ഒരു പേര് കേട്ട ബോഗറിൻ്റെ ശിഷ്യനാണ് ഈ കരൂറാർ. അപ്പോൾ ഇത് ഈ കേരളത്തിലുള്ള മലയാളികൾക്ക് കേരളത്തിന് പുറത്തുള്ള വലിയ കാര്യങ്ങളൊന്നും അറിവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ആത്മീയ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ കേരളത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പം തമിഴ്നാട്ടിലുള്ള നമ്മൾ ഓരോ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാ രേഖകളിലും, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 18 സിദ്ധന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ 18 സിദ്ധന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അവരെഴുതിയ പാട്ടുകളിൽ
യേശുവിനെ കുറിച്ച് അവിടെ ക്ലിയർ ആയിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇംഗ്ലീഷ് ബൈബിളിൽ ജീസസ് എന്നാണ് പേര്, മലയാള ബൈബിളിൽ യേശു എന്നാണ്. പക്ഷേ ഇത് രണ്ടും സത്യമല്ല. ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ഈശ എന്നാണ്. ഈശ എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അർത്ഥം. ആ ഈശായാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ ഈശോ, ആ ഈശ എന്നുള്ളിടത്ത് ഈശോ ആക്കി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നാമം, ഈശ. ഇതാണ് ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് തരാം. മുസ്ലിംസിൻ്റെ ഖുറാനിൽ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പേര് ഖുറാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈശ നബി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പഠിക്കുക. ഇത് ഈ വീഡിയോ കാണുന്ന ക്രിസ്ത്യാനികളാണേലും ഹിന്ദുക്കളാണേലും ഇതൊന്ന് പരിശോധിക്കുക. എന്നിട്ട് നമ്മൾ ആരെയും പരസ്പരം കുറ്റം പറയാതിരിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ ഞാൻ ഇതിൽ തരാം. നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഈ കേൾക്കുന്ന എല്ലാവരും ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് അറിയാവുന്നവർക്കെല്ലാം ഇത് സെൻഡ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനലിൽ കൂടെ ഇതുവരെ, ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്, ഇതുവരെ ആർക്കും അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഇതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.